നിലപാട് സ്വീകരിച്ചത് ദൗർഭാഗ്യകരമാണ്. 15 വർഷം MLA, 10 വർഷം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവി അടക്കം അങ്ങനെയുള്ള ഒരു പദവിയിൽ ഇരിക്കാൻ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണല്ലോ പ്രാപ്തമാക്കിയത്. ഈ പ്രചരണം, അതായത് RSSും CPMും തമ്മിലുള്ള അന്തർധാര എന്നൊക്കെയുള്ള ആ പ്രചരണം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ? ന്യൂനപക്ഷങ്ങൾ അത് വിശ്വസിച്ചു പോയിട്ടുണ്ടോ? അതിപ്പോൾ ഓരോ പ്രദേശത്തും പരിശോധിക്കണം. ചിലയിടങ്ങളിൽ വീടുകളിൽ കയറി പറഞ്ഞത് SIR പിണറായി വിജയൻ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് പിണറായി വിജയനെതിരായി ഇടതുപക്ഷത്തിനെതിരായി നിങ്ങൾ വോട്ട് ചെയ്യണം. പിണറായി വിജയൻ വടുവഞ്ചാൽ, അത് കണ്ടെത്തിയ സ്ഥലം, അവരുടെ പ്രചരണത്തിന് കണ്ടെത്തിയ സ്ഥലം അപാരം തന്നെ. വയനാട് ജില്ലയിലെ വടുവഞ്ചാൽ ഇങ്ങനെ പൗരത്വത്തിൽ നിന്നും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നവർക്ക് ഒരു പ്രത്യേക ജയിൽ നിർമ്മിക്കാൻ പോവുകയാണ്. എന്താ ഇപ്പം അവരോട് പറയേണ്ടത്? അങ്ങനെയടക്കം പ്രചരണം നടത്തിയിട്ടുണ്ട്. ഒരു വീട്ടിൽ ഞാൻ പടന്നിയിൽ കയറിയിരുന്നു. ഇങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞത് അവർ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ടോ? മഹാഭാഗ്യത്തിന് എൻ്റെ ഫോണിലന്ന് പിണറായി പൗരത്വ രജിസ്റ്റർ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറഞ്ഞ ആ വീഡിയോ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് കനപ്പെടുത്തിയിട്ട് പറയുന്നുണ്ടല്ലോ, രണ്ടാമത് നടപ്പാക്കില്ലെന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല. അത് ഞാൻ കാണിച്ചു കൊടുത്തു. നിങ്ങൾക്ക് അവർ വന്ന് പറഞ്ഞതാണോ മുഖ്യമന്ത്രി നേരിട്ട് ഇങ്ങനെ പറയുന്നതാണോ വിശ്വാസം? അപ്പോൾ അവർ പറഞ്ഞു, മോനെ എനിക്ക് വിശ്വാസമായി. അപ്പോൾ കള്ളം എഴുന്നള്ളിക്കുന്നവർക്ക് കള്ളം പറയൽ മാത്രമാണ് ജോലി. അതിനെ തുറന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന തെറ്റായ രീതികൾ അവർ തിരിച്ചറിയുന്നില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം. അന്ന് ജനസംഘം എന്ന് പറയുന്ന പാർട്ടി ഇല്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലകരിയ RSSന് സ്ഥാനാർത്ഥിയും ഇല്ല. RSS മത്സരിക്കുന്നില്ലല്ലോ. ഇന്നിപ്പോൾ BJP, അന്ന് ജനതാ പാർട്ടി. അന്ന് രാജ്യത്താകെ ഒറ്റ പാർട്ടിയായി ജനസംഘം പിരിച്ചുവിട്ടിട്ട് ജനതാ പാർട്ടിയായി മാറി. അന്നത്തെ സാഹചര്യം അതാണ്. അതുകൊണ്ട് RSSുമായി കൂട്ടുകച്ചവടം എന്ന് പറഞ്ഞാൽ അതിൽ വസ്തുതയുടെ എന്തെങ്കിലും ഒരു പുലബന്ധം വേണ്ടേ? ഞാനിവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇരിക്കട്ടെ, ഞാനിവിടെ കരുണാകരനും രാജഗോപാലും KG മാരാറും LK അദ്വാനിയും തമ്മിലുള്ള ചിത്രം കാണിച്ചു തന്നു. ഒരു ചിത്രമാണത്, സത്യമാണത്. അത് കോലീബി കൂട്ടുകെട്ടുണ്ടായ സമയത്താണ്. 60-ൽ EMSനെ തോൽപ്പിക്കാൻ വേണ്ടി ദീനദയാൽ ഉപാധ്യായിയാണ് വന്നിട്ട് പ്രസംഗിച്ചത്. ഇതെല്ലാം ചരിത്ര സത്യമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ചരിത്ര സത്യം കൂത്തുപറമ്പിൽ ആ സാഹചര്യത്തിലോ അതിന് ശേഷമോ ഉണ്ടായിട്ടുണ്ടോ? ജനതാ പാർട്ടി അടക്കമാണ് ഇടതുപക്ഷമെന്ന് മാത്രമല്ല, അന്ന് ഇടതുപക്ഷം അവിടെ ജനതാ പാർട്ടി അധികാരത്തിൽ എത്തിക്കാനാണ് പരിശ്രമിച്ചത്. അതെ, ജനതാ പാർട്ടിയുണ്ട്. ജനതാ പാർട്ടിയാണെന്നുള്ളത് അന്ന് ഇവരെല്ലാം ചേർന്ന ജനതാ പാർട്ടി എന്ന് പറയുന്ന അടിയന്തരാവസ്ഥയിലെ VD സതീശൻ നാവടക്കൂ പണിയെടുക്കൂ എന്ന് ഇന്ദിരാഗാന്ധിയുടെ വർത്തമാനം കേട്ട് നാട്ടിലാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ട. അന്ന് AKGയുടെ വായനശാല, AKG ജീവിച്ചിരിക്കുമ്പോൾ ആരംഭിച്ച വായനശാല, അത് മുഴുവൻ തകർത്ത് പുസ്തകം, ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ തുടങ്ങിയ പുസ്തകങ്ങൾ കോൺഗ്രസ്സുകാർ കത്തിച്ച സമയത്തുള്ള അതിനുശേഷമുള്ള കാര്യമാണത്. അല്ലാതെ വേറെ ഏത് കാര്യമാണ്? അന്ന് സുധാകരനില്ലേ? എന്ന് എന്താ ഈ പറയുന്നു? സുധാകരൻ പിണറായി വിജയനെ കൊല്ലാൻ വേണ്ടി 2 RSSകാരെ അയച്ചിട്ടുള്ള സുധാകരൻ അന്ന് ജനതാ പാർട്ടിയിലാന്ന്. എന്തെല്ലാം നിങ്ങൾ പറയുന്നു? സുധാകരൻ എന്താ വിട്ടുപോകുന്നത്? സുധാകരൻ ഉണ്ടെന്നേ.
അന്ന് ജനതാ പാർട്ടിയാണ്. വെറുതെ പാർട്ടീൻ്റെ പേര് തിരിച്ച് പറഞ്ഞാൽ ശരിയാവില്ല. സുധാകരൻ്റെ യഥാർത്ഥത്തിൽ അന്ന് ജനതാ പാർട്ടിയുടെ സംഘടനാ കോൺഗ്രസിൻ്റെ എല്ലാം ഭാഗമായിട്ടാണല്ലോ. ഞാനിവിടെ പറഞ്ഞത് ചരിത്രത്തിലുള്ള രേഖകളും വസ്തുതകളും ഫോട്ടോയും അടിസ്ഥാനമാക്കിയാണ്. ഇതുപോലെയുള്ളത് ജനങ്ങൾ അറിയണം. ഇതാണ് പറയാനുള്ളത്. ഈ കള്ളം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയിട്ടാണ് സതീശൻ പറയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കള്ളം പറയുന്നവരെ തിരിച്ചറിയുക. ഓക്കെ. ജോസ് കെ മാണി ഈ ജാതിയെ നയിക്കുമെന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇന്ന് രാവിലെ പറഞ്ഞില്ലേ, ഞാൻ തന്നെ ജാതിയെ നയിക്കും. എറണാകുളം മുതലുള്ള ആ ജാഥ അതിപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ആരംഭിക്കുക. പത്തനംതിട്ട മുതൽ എറണാകുളം വരെയുള്ള മധ്യമേഖലാ ജാഥയുടെ നായകനാര്? ജോസ് കെ മാണി. എന്തായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ള വാർത്തകൾ? ജോസ് കെ മാണി UDF പോകുന്നു, അഥവാ LDF വിടുന്നു. അപ്പോൾ അതുപോലെയുള്ള വാർത്തകൾ ഇനി വരും. LDF ജനങ്ങളാകെ വരാൻ പോകുന്നു എന്നതാണ് തെളിയിക്കുന്ന വസ്തുതകൾ. അല്ല, UDF പാർട്ടികൾ ഓരോന്നും എടുക്കേണ്ട നിലപാട് ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, UDF അണിനിരന്ന ബഹുജനങ്ങൾ ഇന്ന് UDF തന്നെ 3-4 മുഖ്യമന്ത്രിമാർക്ക് വേണ്ടി തമ്മിലടി നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അങ്ങനെ നിൽക്കണമെന്നില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അതേ റിസൾട്ടായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലെന്ന് പറയാൻ പറ്റില്ല. 2010 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ തിരിച്ചടി ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്. അന്ന് 14-ൽ 6 ജില്ലാ പഞ്ചായത്തെ ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്നുള്ളൂ. ആ തിരിച്ചടിയിൽ നിന്ന് 2011 ഒരു വർഷം കഴിയുമ്പോഴേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 68 സീറ്റ് കിട്ടി. വിജയത്തോളം എത്തിയ പരാജയമായിരുന്നു അത്. 3 സീറ്റ് കൂടി കിട്ടിയാൽ അന്ന് ഇടതുപക്ഷം അധികാരത്തിൽ വന്നേനെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഞങ്ങളൊന്നും ദ്രോഹം ചെയ്തിട്ടില്ല. ജനങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നു എന്ന് വന്നപ്പോൾ സാമ്പത്തികമായി സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്നുണ്ട്. അത് കേന്ദ്രമാണ്. 1 ലക്ഷത്തിലേറെ കോടി രൂപയാണ് നികുതി വിഹിതം, ഗ്രാൻഡ്, പദ്ധതി വിഹിതം തുടങ്ങി വായ്പയെടുക്കാനുള്ള അനുമതി തുടങ്ങി വിവിധ ഇനങ്ങളിലായി ഗവൺമെൻറ്റിന് അർഹതപ്പെട്ടത് കേന്ദ്രം നിഷേധിക്കുന്നു. ആ ഒരു സ്ഥിതിയെ അതിജീവിക്കേണ്ട പ്രവർത്തനത്തിലാണ് ഇടതുപക്ഷമുള്ളത്. പ്രാപ്തരും കഴിവുമുള്ളവരെ സ്ഥാനാർത്ഥികളാകും. ജയരാജനേക്കാൾ കഴിവുള്ളവർ സ്ഥാനാർത്ഥികളാകും. അപ്പോൾ പിന്നെ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഏറ്റവും അനുയോജ്യരായ സ്ഥാനാർത്ഥി പട്ടികയാവും. ജയരാജനേക്കാൾ കഴിവുള്ളവർ വരും. അതൊക്കെ സ്ഥാനാർത്ഥിത്വമൊക്കെ പാർട്ടി ആലോചിക്കുന്നതേ ഉള്ളൂ. ഒറ്റ ലക്ഷ്യമേ ഇടതുപക്ഷത്തിനുള്ളൂ. കഴിവും പ്രാപ്തിയും ഉള്ളവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാവും. ഇടതുപക്ഷത്തിൽ CPM തന്നെ മത്സരിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും ചിലർക്ക്. പക്ഷേ മുന്നണിയായിട്ടാണ് മത്സരിക്കുക. 140 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ മുന്നണിയിലെ ഓരോ കക്ഷിയും മത്സരിക്കേണ്ട സീറ്റ് സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതത് പാർട്ടികളാണ് അതത് സീറ്റിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. അത് കടന്നൊന്നുമല്ല. 110 സീറ്റ് കിട്ടത്തക്ക നിലയിലുള്ള ഭരണ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട്. അതിന് ഒരു തെറ്റായിട്ടുള്ള ചിന്തയുണ്ടാവുന്ന വിധത്തിൽ വന്നതല്ല. 57 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം 1-ാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ ചെറിയ വോട്ടിന് മാത്രം വ്യത്യാസമുള്ള 50-ലേറെ മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുന്ന ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം അണിചേരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
ഇവരുടെ കഴിഞ്ഞ ചൂട്ടയ അവസ്ഥ കർശനമാക്കി. സതീശൻ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, ഇങ്ങനെ കൈചൂണ്ടി CPIM ഇനി ഭയപ്പെടണം, ബോംബ് പൊട്ടും എന്ന് പറഞ്ഞ് ചൂണ്ടിപ്പറഞ്ഞത്. ആ ബോംബിലൊന്നാണ് CPIM BJP ഡീലെന്ന ഈ പ്രതികരണം. അതുപോലെയുള്ള പ്രതികരണങ്ങളിൽ ഒന്നാണ് CPIM-ൽ നിന്ന് നേതാക്കൾ ഇനി ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറയുന്ന പ്രതികരണം. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ധർമ്മടത്ത് മത്സരിക്കും. ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥികളെ കുറിച്ചോ ജനങ്ങളെടുക്കുന്ന പണം പിരിക്കുക, കക്കുക, മുക്കുക, ഇതാണ് അവരുടെ മിനിമം പരിപാടി. CK ഗോവിന്ദൻ നായർക്ക് സ്മാരകം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പണം പിരിച്ചു, എവിടെയും കണ്ടിട്ടില്ല. തിരുവനന്തപുരത്ത് K കരുണാകരന് സ്മാരകം നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ട് പണം പിരിച്ചു, കാണാനില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പണം പിരിച്ച് ജയിലിലെത്തി, അതാണ് ആ നേതാവിൻ്റെ ഒരു പ്രത്യേകത. ഇനി അദ്ദേഹത്തിന് മറുപടി പറയണ്ട. 30 വീടെന്ന് പറഞ്ഞതാണ്, പിന്നെ ആവേശം മൂത്തപ്പോൾ ഞങ്ങൾ 100 എന്ന് പറഞ്ഞു. 30 100 സ്ഥലവും ഇല്ല. കോൺഗ്രസിൻ്റെ നേതാവ് VD സതീശൻ പറഞ്ഞത് ആഗസ്റ്റ് മാസം 3-ാം തീയതിയാണ്, ആഗസ്റ്റ് 2-നാണ് 2024 അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ 100 വീട്, KPCCയുടെ 100 വീട്, കർണാടക സർക്കാരിൻ്റെ 100 വീട്. അതാണ് മനസ്സിലാവാത്തത്. കർണാടക സർക്കാർ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ വരും എന്നുള്ള അപാരമായ കണ്ടെത്തലാണ്. അങ്ങനെ 300 യൂത്ത് കോൺഗ്രസിൻ്റെ അപ്പോൾ പുറത്തുണ്ട്, അത് പറഞ്ഞിട്ടില്ല. ഈ 300 വീട് 30 സെക്കൻഡ് കൊണ്ട് പണിയുമെന്ന് പറയാനുള്ള മാന്ത്രിക വിദ്യ അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അടിയന്തരമായി കർണാടകയിലെ എഹലങ്കിയിൽ പോകണം. അവിടെ ഒരു 30 ദിവസം കൊണ്ട് 300 വീട് നിങ്ങളുടെ മാന്ത്രിക വിദ്യ കൊണ്ട് നിർമ്മിച്ചാൽ അവിടുത്തെ പാവങ്ങളുടെ ഒരു സംരക്ഷണമാകും. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അടിയന്തരമായും എഹലങ്കയൊന്ന് വിസിറ്റ് ചെയ്യണം, എന്നിട്ട് ആ വിദ്യ ഒന്ന് പ്രയോഗിക്കണം. അവിടെ 30 സെക്കൻഡ് കൊണ്ട് 300 വീട് നിർമ്മാണം. ഈ സുരേഷ് ഗോപി എയിംസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്, എയിംസ്